യോയേൽ 1-ാം അധ്യായം 5 മുതൽ 13 വരെ തിരുവചനങ്ങൾ. ബാരക്കുമോർ. മദ്യപന്മാരെ ഉണരുവിൻ, വിലപിപ്പിൻ. വീഞ്ഞു കുടിക്കുന്നവരെ, പുതുവീഞ്ഞ് നിങ്ങളുടെ വായ്ക്ക് അല്പവും ലഭിക്കാത്തതിനാൽ കരയുവിൻ. സുശക്തവും അസംഖ്യവുമായ ഒരു ജനത എൻ്റെ ദേശത്തിനെതിരായി വന്നിരിക്കുന്നു. അതിൻ്റെ പല്ല് സിംഹത്തിൻ്റെ പല്ല് പോലെ, സിംഹിയുടെ ദംഷ്ട്രം പോലെ. അത് എൻ്റെ ദ്രാക്ഷാവള്ളികളെയാകെ നശിപ്പിച്ചു, എൻ്റെ അത്തിമരങ്ങളെയെല്ലാം ഒടിച്ചു, അവയെല്ലാം തോലുരിച്ച് എറിഞ്ഞു. അതിൻ്റെ ശിഖരങ്ങൾ വെള്ളയായിരിക്കുന്നു. യൗവനകാലത്തെ ഭർത്താവിനെ ഓർത്ത് രട്ടുടുത്ത് കന്യക വിലപിച്ചിരിക്കുന്നത് പോലെ വിലപിപ്പിൻ. ഭോജനപാനീയയാഗങ്ങൾ ദൈവഭവനത്തിൽ തീരെ ഇല്ലാതായിരിക്കുന്നു. കർത്തൃ ശുശ്രൂഷകരായ പുരോഹിതന്മാർ ദുഃഖിച്ചിരിക്കുന്നു. വയലുകളെല്ലാം ശൂന്യമായി, ധാന്യമില്ലാതായി, പുതുവീഞ്ഞ് വറ്റി, എണ്ണ തീർന്നു പോയിരിക്കയാൽ ദേശം ക്ലേശിക്കുന്നു. കർഷകരെ ലജ്ജിപ്പിൻ, തോപ്പുടമകളെ ഗോതമ്പിനെയും യവത്തെയും ഓർത്ത് കരയുവിൻ. വയലിലെ കൃഷി നശിച്ചു, മുന്തിരിത്തണ്ട് വാടി, അത്തിമരം ഉണങ്ങി, മാതളം, ഈന്തപ്പന, നാരകമാദിയായി പറമ്പുകളിലുള്ള എല്ലാ വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയല്ലോ. സന്തോഷം മനുഷ്യരിൽ നിന്നും അകന്നു. പുരോഹിതന്മാരെ, ചാക്ക് വസ്ത്രം ധരിച്ച് വിലപിപ്പിൻ. ബലിപീഠ ശുശ്രൂഷകരെ, വേദനയോടെ കരയുവിൻ. എൻ്റെ ദൈവ ശുശ്രൂഷകരെ, ഭോജനയാഗവും പാനീയയാഗവും നിങ്ങളുടെ ദൈവത്തിൻ്റെ മന്ദിരത്തിൽ അവസാനിച്ചു പോയത് കണ്ട് നിങ്ങൾ വന്ന് ചാക്ക് വസ്ത്രം ധരിച്ച് രാപാർക്കുവിൻ. കർത്താവും ദൈവവുമേ, നിന്റെ തിരുവിഷ്ടപ്രകാരം നടന്നിട്ടുള്ള പരിശുദ്ധന്മാരോടുകൂടെ എന്നേക്കും നിനക്ക് സ്തുതി പാടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ.